ഞാൻ ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ സംസ്ഥാന ഹരിതമിത്ര അവാർഡ് ജേതാവായ ശുഭകേശനാണ്. ഞാനിപ്പോൾ 10-20 ഏക്കറുള്ള സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. എന്നെയും അതുപോലെ തന്നെ നിരവധി കർഷകരെയും കൈപിടിച്ച് ഉയർത്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രിയും 20 വർഷമായിട്ട് ഈ മണ്ഡലത്തിലുണ്ടായിരുന്ന ഐസക് സാറ് കർഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ എൻ്റെ വളർച്ചയിൽ ഒരു പങ്ക് തീർച്ചയായിട്ടും നമ്മുടെ ഐസക് സാറിനുണ്ട്. 10-20 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഐസക് സാറ് തന്നെ എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ കൃഷി ചെയ്യാൻ എടുത്തു തന്നിട്ടുണ്ട്. കൂടാതെ ഞാനൊരു വിത്തുൽപാദക കർഷകൻ കൂടിയാണ്. നമുക്ക് സാറിനെ കുറിച്ച് പറയാൻ വാക്കുകളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാനൊരു വീട് വെച്ചെങ്കിൽ പോലും അതിൽ ഐസക് സാറിൻ്റെ ഒരു പങ്ക് കിട്ടിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, പച്ചക്കറികൾ മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി തരികയും അതുപോലെ തന്നെ വിത്തുകൾ മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. എന്നെപ്പോലെയും മറ്റുള്ള കർഷകരെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്താണ് മുൻ ധനകാര്യമന്ത്രി ഐസക് സാർ. കഞ്ഞിക്കുഴിയിൽ തന്നെ നിരവധി കർഷകർ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. JLG ഗ്രൂപ്പുകളെ കൊണ്ട് ഒരുപാട് കൃഷികൾ ചെയ്തിട്ടുണ്ട്. സ്കൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പച്ചക്കറി കൃഷിക്കുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഒത്തിരി കാര്യങ്ങൾ സാർ ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ ഫേസ്ബുക്കിൽ നമ്മുടെ തന്നെ ഒരു പോസ്റ്റ് ഇട്ടതിനാണ് നിരവധി ആൾക്കാർ കാണുകയും ഒരുപാട് വിപണനം നടത്താനും ഒക്കെ തന്നെ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് സഹായങ്ങൾ സാർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വാക്കുകളില്ല പറയാം. സാറ് പത്തനംതിട്ടയെ ഉറപ്പാണ് സാർ ജയിക്കും, ഒരു തർക്കവും ഇല്ല ആ കാര്യത്തിൽ. സാറുകൾ അവിടെ സാറ് ജയിച്ചാൽ തന്നെ സാർ അവിടെ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ കർഷകരെ ചേർത്ത് പിടിക്കും. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമാണ് സാർ. പത്തനംതിട്ടയിൽ ഇത്തവണ തോമസ് ഐസക്.